ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കറണ്ട് അഫയേഴ്സ് വരാനിരിക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും. അതായത് കേരള PSC, ബാങ്ക്, SSC, റെയിൽവേസ് എന്നീ കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്ക് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എല്ലാത്തിലും കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക. സോ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ പിന്നെ 2 ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷിൽ വേണ്ടവർക്ക് അങ്ങനെ നോട്ട്സും തരുന്നുണ്ട്, അതേപോലെ മലയാളത്തിൽ വേണ്ടവർക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നെക്സ്റ്റ് പേജ്, അതായത് ഒരു ന്യൂസ് ഇംഗ്ലീഷിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ നോട്ട്സ് തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് മലയാളത്തിൽ സെയിം ന്യൂസ് മലയാളത്തിൽ ഞാൻ നോട്ട്സ് അതായത് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്കത് സഹായിക്കും. സോ നമുക്കപ്പോൾ എന്തായാലും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, ഇന്ത്യൻ അക്ഷയ് ഊർജ ദിവസ് 2022 ഓഗസ്റ്റ് 20th, അതായത് ഓഗസ്റ്റ് 20th ഇന്ത്യൻ അക്ഷയ് ഊർജ ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അക്ഷയ് ഊർജ ദിവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജി ഡേ എന്നും പറയും. അപ്പോൾ ഈ റിന്യൂവബിൾ എനർജി ഡേ ഈസ് ഹെൽഡ് എവറി ഇയർ ഓൺ ഓഗസ്റ്റ് 20th ടു ഇൻക്രീസ് പബ്ലിക് അവയർനെസ് ഓഫ് ദ റീസെൻറ്റ് പ്രോഗ്രസ് ഇൻ ഇന്ത്യാസ് യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി. അപ്പോൾ ഇന്ത്യൻ അക്ഷയ് ഊർജ ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ഓഗസ്റ്റ് 20th. സോ സെയിം ന്യൂസ് നെക്സ്റ്റ് പേജിൽ ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിലും തന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാജസ്ഥാൻ അക്കൗണ്ട്സ് ഫോർ ഹയസ്റ്റ് ഷെയർ ഇൻ കോസ്റ്റ് ഓഫ് പ്രൊജക്ട്സ് ഇൻ 2021-22 RBI റിപ്പോർട്ട്. അപ്പോൾ RBI റിപ്പോർട്ട് പ്രകാരം രാജസ്ഥാനാണ് ഹയസ്റ്റ് ഷെയർ ഇൻ കോസ്റ്റ് ഓഫ് പ്രൊജക്ട്സ് ചെയ്യുന്നത്. FBI റിപ്പോർട്ട് പ്രകാരം രാജസ്ഥാനാണ് ഹയസ്റ്റ് ഷെയർ ഇൻ കോസ്റ്റ് ഓഫ് പ്രൊജക്ട്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഹയസ്റ്റ് ഷെയർ ഓഫ് കോസ്റ്റ് രാജസ്ഥാനിനാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. സ്റ്റേറ്റ് വൈഡ് ഡാറ്റ റിവീൽസ് ദാറ്റ് ഡ്യൂറിംഗ് 2021-22 മോർ ദാൻ ഹാഫ് 56.4% ഓഫ് ദ പ്രൊജക്ട്സ് were taken up in 5 states: Rajasthan, Uttar Pradesh, Gujarat, Maharashtra and Tamil Nadu. Rajasthan accounted for a highest share in the total cost of projects sanctioned by banks and financial institutions in 2021-22, retaining the top place for 2 consecutive years. അപ്പോൾ രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ്, അതായത് പ്രൊജക്ട്സിൻ്റെ കാര്യത്തിൽ പ്രൊജക്ട് കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഹയസ്റ്റ് ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനാണ് 2021-22 പീരീഡിൽ. ഇതാണ് RBI റിപ്പോർട്ടാണ് ഇത് പറയുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Paytm and Samsung collaborate to deploy smart POS devices across India. അപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ ഡിവൈസസ് സെറ്റ് ഡിപ്ലോയ് ചെയ്യാൻ, സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പേടിഎമ്മും സാംസങ്ങും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ അതായത് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടിയിട്ട് പേടിഎമ്മും സാംസങ്ങും കൂടിയിട്ടാണ് ഈ കൊളാബറേഷൻ നടന്നിരിക്കുന്നത്. POS ഡിവൈസ്, പോയിന്റ് ഓഫ് സെയിൽ ഡിവൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് വായിക്കാം. Paytm said it partnered with Samsung stores across India to facilitate smart payments as well as its loan services Paytm Postpaid through deployment of point of sale devices. The partnership will enable customers purchasing Samsung devices, laptops, smartphones, television, smartwatches, etc. from any authorized store in the country to pay through Paytm payment instruments. അപ്പോൾ Paytm പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴി ഈ സാംസങ്ങിൻ്റെ പ്രോഡക്ട്സ്, അതായത് ലാപ്ടോപ്പോ സാംസങ് സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ ടെലിവിഷനോ വാച്ചസോ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേടിഎം വഴി പേയ്മെൻറ്റ് നടത്താൻ ഒരു POS ഡിവൈസ് സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ ഒരു കൊളാബറേഷൻ. അപ്പോൾ സാംസങ്ങിൻ്റെ പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ ഈ പേടിഎമ്മിൻ്റെ സേവനം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. BRO, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടു ബിൽഡ് ഡ്യൂറബിൾ സ്റ്റീൽ സ്ലാഗ് റോഡ് ഇൻ അരുണാചൽ പ്രദേശ്. അപ്പോൾ സ്റ്റീൽ സ്ലാഗ് റോഡ് അരുണാചൽ പ്രദേശിൽ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ഡ്യൂറബിൾ ആയിട്ടുള്ള സ്റ്റീൽ സ്ലാഗ് റോഡാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. ഇൻ എ ഫസ്റ്റ്, ദ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വിൽ ടേക്ക് അപ്പ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ പൈലറ്റ് റോഡ് സ്ട്രെച്ച് ഇൻ അരുണാചൽ പ്രദേശ് യൂസിങ് സ്റ്റീൽ സ്ലാഗ് which can withstand heavy rains and adverse climatic conditions.
If it's found successful, this can become a big solution for building durable roads along the strategic areas. അപ്പോൾ സ്ലാഗ് ഇസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ. അപ്പോൾ സ്ലാഗ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീലിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ BRO അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഡ്യൂറബിൾ സ്റ്റീൽ സ്ലാഗ് റോഡ് അരുണാചൽ പ്രദേശിലാണിത് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഉത്തർപ്രദേശ് ക്യാബിനറ്റ് അപ്രൂവ്സ് നൈറ്റ് സഫാരി പാർക്ക് സൂ ഇൻ ലക്നൌസ് കുക്രേൽ ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ ലക്നൌവിൻ്റെ കുക്രേൽ ഫോറസ്റ്റ് ഏരിയയിലൊരു സൂ, അതായത് നൈറ്റ് സഫാരി പാർക്ക്, ഒരു സൂ ആണത്, സൂ സെറ്റ് ചെയ്യാൻ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് ക്യാബിനറ്റ്, അതായത് ഗവൺമെൻറ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. The Uttar Pradesh cabinet has approved the proposal of a night safari park in Lucknow district's Kukrail forest area. As part of the project, the government will establish a zoological park on around 150 acres and night safari on 350 acres without disturbing the dense 2027 hectare forest in the forest areas eastern and western blocks. അപ്പോൾ ഇത് കൂടുതൽ ഫോറസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു പാർക്ക്, അതായത് നൈറ്റ് സഫാരി പാർക്ക് അപ്രൂവ് ചെയ്തിരിക്കുന്നത്, അതായത് സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു സൂ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് 150 ഏക്കേഴ്സിലാണ്. അപ്പോൾ ബാക്കി 2027 ഹെക്ടർ ഡിസ്റ്റർബ് ചെയ്യാതെ 350 ഏക്കേഴ്സിൽ ഇവർ ഇത് ചെയ്യും. ബാക്കി ഒരുപാട് സ്ഥലം എന്ന് വെച്ചാൽ അതിൻ്റെ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഈ നൈറ്റ് സഫാരി പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഉത്തർപ്രദേശ് ക്യാബിനറ്റാണ് ഈ നൈറ്റ് സഫാരി പാർക്ക് കുക്രേൽ ഫോറസ്റ്റ് ഏരിയയിൽ, ലക്നൌവിൻ്റെ കുക്രേൽ ഫോറസ്റ്റ് ഏരിയയിൽ ഈ നൈറ്റ് സഫാരി പാർക്ക് അല്ലെങ്കിൽ സൂ സെറ്റ് ചെയ്യാൻ അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് മോസ്കിറ്റോ ഡേ August 20th. അപ്പോൾ August 20th വേറൊരു ദിനവും കൂടിയാണ്, വേൾഡ് മോസ്കിറ്റോ ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ വേൾഡ് മോസ്കിറ്റോ ഡേ എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വേൾഡ് മോസ്കിറ്റോ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ August 20th in order to honor Sir Ronald Ross, who discovered the link between mosquitoes and transmission of malaria in the year 1897. അപ്പോൾ ഈ ഒരു സർ റൊണാൾഡ് റോസിനെ അദ്ദേഹം ഡിസ്കവർ ചെയ്തു, അതായത് ലിങ്ക് ബിറ്റ്വീൻ മോസ്കിറ്റോയും അതേപോലെ മലേറിയയുടെയും ബന്ധം, ട്രാൻസ്മിഷൻ്റെ ഒരു ബന്ധം അവർ കണ്ടുപിടിച്ചു, ഈ റൊണാൾഡ് റോസ് എന്ന് പറയുന്ന ആൾ. സോ അദ്ദേഹത്തെ സ്മരിക്കാൻ, അതായത് 1897 ഡിസ്കവർ ചെയ്തത്. സിൻസ് 1930s the London School of Hygiene and Tropical Medicine has been organizing an event every year to pay tribute to the British doctor's work. അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് ഡോക്ടറുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ വർഷവും ട്രിബ്യൂട്ട് പേ ചെയ്തിരുന്നു. അപ്പോൾ മലേറിയ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഫ്രിക്കൻ റീജിയൻ. അപ്പോൾ ആഫ്രിക്കൻ റീജിയനിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ മലേറിയ ഡിസീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ സർ റൊണാൾഡ് റോസ് ആണ് ഡിസ്കവർ ചെയ്തത്, അതായത് മലേറിയ കൊതുകിൽ നിന്നുമാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഡിസ്കവറി കാര്യങ്ങളൊക്കെ നടത്തിയത് ഈ റൊണാൾഡ് റോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ 1897 ഇത് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ടിട്ട് 1930s തൊട്ടിട്ട് ഈ ഒരു വർക്കിന് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ബ്രിട്ടീഷേഴ്സ് ഈ August 20th അവർ ഈ റൊണാൾഡ് റോസിനെ സ്മരിച്ചുകൊണ്ട് ട്രിബ്യൂട്ട് പേ ചെയ്തിരുന്നു. അങ്ങനെ അത് പിന്നീട് വേൾഡ് മോസ്കിറ്റോ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഈ August 20th. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് കണ്ടിജൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സസൈസ് പിച്ച് ബ്ലാക്ക് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ എയർഫോഴ്സ് കണ്ടിജൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ എക്സസൈസിൻ്റെ പേരാണ് പിച്ച് ബ്ലാക്ക്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ആൻ ഇന്ത്യൻ എയർഫോഴ്സ് കണ്ടിജൻറ്റ് ഹാസ് റീച്ച്ഡ് ഓസ്ട്രേലിയ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സസൈസ് പിച്ച് ബ്ലാക്ക് 2022. ദ എക്സസൈസ് ഇസ് ബീങ് ഹെൽഡ് ഇൻ ഡാർവിൻ ടിൽ 8th of next month. അടുത്ത മാസം 8th വരെ ഇത് നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഈസ് എ ബയനിയൽ മൾട്ടിനാഷണൽ എക്സസൈസ് ഹോസ്റ്റഡ് ബൈ ദ റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ്. അപ്പോൾ ഇതൊരു റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് ഹോസ്റ്റ് ചെയ്യുന്ന ബയനിയൽ, അതായത് 2 വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു എയർഫോഴ്സ് എക്സസൈസ് ആണ്.
ഈ പിച്ച് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഇന്ത്യൻ എയർഫോഴ്സ് കണ്ടിജൻറ്റ് കംപ്രൈസസ് ഓവർ 100 എയർ വാരിയേഴ്സ്. അപ്പോൾ 100 എയർഫോഴ്സ് ഓഫീസേഴ്സും അതേപോലെ ഡിപ്ലോയിഡ് വിത്ത് 4 Su-30 MKI Su-30 MKI ഫൈറ്റേഴ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ C-17 എയർക്രാഫ്റ്റും ആണ്, 2 C-17 എയർക്രാഫ്റ്റും ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ ഈ ഒരു എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പം നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പാരാലിമ്പിയൻ രാഹുൽ ജാക്കർ വിൻസ് ഗോൾഡ് ഇൻ 2022 WSPS ഷൂട്ടിംഗ് വേൾഡ് കപ്പ്. അപ്പോൾ പാരാലിമ്പിയനായ രാഹുൽ ജാക്കർ ഗോൾഡ് മെഡൽ നേടി WSPS ഷൂട്ടിംഗ് വേൾഡ് കപ്പിലാണ് ഈ ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം. Paralympian Rahul Jakar wins gold, Avani Lekhra silver, while Pooja Agarwal bags bronze on day 1 of a 2022 WSPS shooting World Cup in Changwon, South Korea. അപ്പോൾ സൗത്ത് കൊറിയയിലെ ചാങ്വോങ്ങിലാണ് അത് നടക്കുന്നത്. ചാങ്വോണിൽ WPS ഷൂട്ടിംഗ് വേൾഡ് കപ്പ്. അപ്പോൾ രാഹുലാണ് ഗോൾഡ് നേടിയത് 25 മീറ്റർ കോമ്പറ്റീഷനിൽ. ഇൻ ദ സെയിം കാറ്റഗറി പൂജ ബ്രോൺസ് മെഡൽ നേടി. അതേപോലെ ടു ടൈം പാരാലിമ്പിക് വിന്നർ സിൽവർ 10 മീറ്റർ ഇവൻറ്റിൽ സിൽവർ നേടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ജാക്കർ ഗോൾഡ് മെഡൽ നേടി 2022 WSPS ഷൂട്ടിംഗ് വേൾഡ് കപ്പ് which was held in Changwon in സൗത്ത് കൊറിയ. അപ്പോൾ സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലാണ് സിയോൾ, കറൻസിയാണ് വോൺ, സൗത്ത് കൊറിയൻ വോൺ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ജോയിൻസ് എലൈറ്റ് ക്ലബ് വിത്ത് ആർമി സെറ്റ് ടു പോസസ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ ഇന്ത്യ എലൈറ്റ് ക്ലബ്ബ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ആർമി സെറ്റിൻ്റെ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പൊസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യൻ ആർമി വിൽ സൂൺ പൊസസ് ഇൻഡിജീനിയസ് ആൻഡ് മോർ അഡ്വാൻസ്ഡ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എക്വിപ്പിംഗ് ട്രൂപ്സ് വിത്ത് എ ഹൈ ആൻഡ് സെക്യൂർഡ് ഡിഫൻസ് സിസ്റ്റം അണ്ടർ ദ ഏജസ് ഓഫ് ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ്, a defense innovation organization. The QNU Labs, a Bangalore-based deep tech startup, has broken distance barriers by innovating advanced secured communication QKD system. QKD system എന്ന് വെച്ച് കഴിഞ്ഞാൽ QKD എന്ന് പറഞ്ഞാൽ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. സോ ഇന്ത്യ എലൈറ്റ് ക്ലബ്ബ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ആർമിയുടെ വിത്ത് ആർമി. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സെറ്റ് ചെയ്യാൻ വേണ്ടി, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NIPL സയൻസ് പേ എക്സ്പേർട്ട് ആസ് UK's ഫസ്റ്റ് അക്വയറർ ഫോർ UPI ആൻഡ് റൂപേ. അപ്പോൾ NIPL പേ എക്സ്പേർട്ട് ആയിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. അത് UKയുടെ ഫസ്റ്റ് അക്വയറായിട്ട് UPIൻ്റെയും റൂപേൻ്റെയും ഫസ്റ്റ് അക്വയറർ UKയിലത്തെ നമുക്കൊന്ന് വായിച്ച് നോക്കാം, ഡീറ്റെയിൽസ് വായിക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. NPCI International Payments Limited, a wholly owned subsidiary of National Payments Corporation of India, the organization behind the world's largest real-time payment solution, the Unified Payments Interface and the RuPay card scheme, has signed a memorandum of understanding confirming a partnership with a payment solution provider, PayExpert, to internationalize the acceptance in UK. അപ്പോൾ NIPL പേ എക്സ്പേർട്ട് സൈൻസ് ആസ് എ UK's ഫസ്റ്റ് അക്വയറർ ഫോർ UPI ആൻഡ് റൂപേ. അപ്പോൾ UPIൻ്റെയും റൂപേൻ്റെയൊക്കെ, റൂപേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്. അപ്പോൾ റൂപേൻ്റെയൊക്കെ അവിടെ കൂടുതൽ യൂസ് വരാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ഇപ്പോൾ NIPL സൈൻ ചെയ്തിരിക്കുന്നത്. NPCL ആയിട്ട് NPCI ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ് ലിമിറ്റഡും ഹോളി ഓൺ സബ്സിഡറി ഓഫ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCIയുമായിട്ട് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് റൂപേ കാർഡ് സ്കീം ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. MOU കൺഫേമിങ് എ പാർട്ട്ണർഷിപ്പ് വിത്ത് പേയ്മെൻറ്റ് സൊല്യൂഷൻ പ്രൊവൈഡർ പേ എക്സ്പേർട്ട് ആയിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലൈസ് ദ ആക്സെപ്റ്റൻസ് ഇൻ UK. അപ്പോൾ യൂറോപ്യൻ്റെയൊക്കെ ഉപയോഗം അത് ഓരോ രാജ്യത്തും ഇപ്പോൾ രാജ്യങ്ങളിൽ എത്തി വരുന്നേ ഉള്ളൂ. അപ്പോൾ UKയിലൊക്കെ അതിൻ്റെ യൂസ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്.
സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ക്യാബിനറ്റ് നോട്ട് ടു ഇന്ത്യ ഫ്രാൻസ് ട്രാൻസ്പോർട്ട് സെക്ടർ പാക്ട്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ വാസ് അപ്രൈസ്ഡ് ഫോർ ദ സൈനിങ് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രാൻസ് ഓൺ ബിഹാഫ് ഓഫ് ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം ആൻഡ് ദ ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ ഇന്ത്യ ടു സപ്പോർട്ട് ദ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം ആക്ടിവിറ്റീസ് ഓൺ ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സെക്ടർ. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ മോദി അപ്രൈസ് ചെയ്തു സൈനിങ് ഓഫ് കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആയിട്ട് ഫ്രാൻസ് ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, കോൺട്രാക്റ്റ് സൈൻ ചെയ്തു ഓൺ ബിഹാഫ് ഓഫ് ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം ആൻഡ് ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ ഇന്ത്യ ടു സപ്പോർട്ട് ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം ആക്ടിവിറ്റീസ് ഓൺ ദ ട്രാൻസ്പോർട്ട് സെക്ടർ. അപ്പോൾ ട്രാൻസ്പോർട്ട് സെക്ടറിൽ അതായത് ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം ആക്ടിവിറ്റീസ് ഓൺ ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സെക്ടറിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാബിനറ്റാണ് ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഫ്രാൻസ് ട്രാൻസ്പോർട്ട് സെക്ടർ പാക്റ്റാണ് ഇവിടെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സൈൻ ചെയ്തിരിക്കുന്നത് സൈനിങ് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രാൻസും അതേപോലെ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ TIFAC, അതായത് ട്രാൻസ്പോർട്ട് ഫോറം ആൻഡ് ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ ആയിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാബിനറ്റ് യൂണിയൻ ക്യാബിനറ്റ് അതിന് അപ്രൂവൽ കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യൻ റെയിൽവേസ് ലോങ്ങസ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ സൂപ്പർ വാസുകി. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസ് റാൻ ദ സൂപ്പർ വാസുകി ബിൽഡ് ആസ് എ ഹെവിയസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ വിത്ത് 295 ലോഡഡ് വാഗൺസ്. അപ്പോൾ 295 ലോഡഡ് വാഗൺസ് ആയിട്ടാണ് ഈ ഒരു ഹെവിയസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ ബിൽ ചെയ്തിരിക്കുന്നത്. സോ ഓൺ ദ 75th ആനിവേഴ്സറി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റഡ് ദ ട്രെയിൻ ഓൺ August 15th ആസ് പാർട്ട് ഓഫ് സെൻറ്റേഴ്സ് ആസാദി കാ അമൃത് മഹോത്സവ് സെലിബ്രേഷൻസ്. ഇറ്റ് ഈസ് എ 3.5 കിലോമീറ്റർ ലോങ് ട്രെയിൻ. അപ്പോൾ അതിൻ്റെ നീളം നിങ്ങളിത് കേട്ടാൽ തന്നെ മനസ്സിലാവും, 3.5 കിലോമീറ്റർ ലോങ് ആണ്. അത്രയും നീളമുള്ള ഒരു ട്രെയിനാണ്. അതിൽ 295 ലോഡഡ് വാഗൺസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ ഫ്രൈറ്റ് ട്രെയിൻ ഇന്ത്യൻ റെയിൽവേസിൻ്റെ അതിൻ്റെ പേരാണ് സൂപ്പർ വാസുകി. സോ അത് 75th ആനിവേഴ്സറി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലാണത് ഓടിയത്. സോ ഇന്ത്യൻ റെയിൽവേസ് റാൻ ദ സൂപ്പർ വാസുകി ബിൽഡ് ആസ് ഹെവിയസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ വിത്ത് 295 ലോഡഡ് വാഗൺസ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ലോങ്ങസ്റ്റ് ഫ്രൈറ്റ് ട്രെയിനാണ് സൂപ്പർ വാസുകി. 3.5 കിലോമീറ്റർ ലോങ് ആണ് അതിൻ്റെ ലെങ്ത്ത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ടു ഓപ്പൺ ഓഫീസ് ഇൻ ക്വാലാലംപൂർ ടു സപ്പോർട്ട് മലേഷ്യൻ ഡിഫൻസ് ഫോഴ്സസ്. അപ്പോൾ മലേഷ്യൻ ഡിഫൻസ് ഫോഴ്സസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ക്വാലാലംപൂരിലൊരു ഓഫീസ് ഓപ്പൺ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹാസ് സൈൻഡ് എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഓഫീസ് ഇൻ ക്വാലാലംപൂർ, മലേഷ്യ. ദ ഓഫീസ് ഇൻ മലേഷ്യ വിൽ ഹെൽപ്പ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇൻ ടാപ്പിംഗ് ദ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എ ഫൈറ്റർ lead in a trainer LCA with other requirements of a Royal Malaysian Air Force like a Su-30 MKM and Hawk upgrades. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ടു ഓപ്പൺ ഓഫീസ്, അവർ ഓഫീസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ക്വാലാലംപൂരിൽ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യൻ ഡിഫൻസ് ഫോഴ്സസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. എഡൽവൈസ് MF, അതായത് മ്യൂച്വൽ ഫണ്ട് ടു ലോഞ്ച് ഇന്ത്യാസ് ഫസ്റ്റ് ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട്. അപ്പോൾ എഡൽവൈസ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയുടെ ഫസ്റ്റ് ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എഡൽവൈസ് മ്യൂച്വൽ ഫണ്ട് ഈസ് ഷെഡ്യൂൾഡ് ടു ലോഞ്ച് ഇന്ത്യാസ് ഫസ്റ്റ് സ്കീം ദാറ്റ് ഓഫേഴ്സ് എക്സ്പോഷർ ടു ഗോൾഡ് ആൻഡ് സിൽവർ ത്രൂ എ സിംഗിൾ ഫണ്ട്. ഒരു സിംഗിൾ ഫണ്ടിലൂടെ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്കീമാണിത് കൊണ്ടുവരാൻ പോകുന്നത്, എഡൽവൈസ് മ്യൂച്വൽ ഫണ്ട്.
The funds managers for the scheme are Bhavesh Jain and Bharat Lahoti. അപ്പോൾ ഇവർ രണ്ടാളുമാണ് ഇതിൻ്റെ സ്കീമിൻ്റെ മാനേജേഴ്സ്, ഫണ്ടിൻ്റെ മാനേജേഴ്സ്. അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് ഗോൾഡ് ഫണ്ട് നിപ്പോൺ ഇന്ത്യ ETF ഗോൾഡ് BES വാസ് ലോഞ്ച്ഡ് ഇൻ മാർച്ച് 2007. ഫസ്റ്റ് ഗോൾഡ് ഫണ്ട് 2007 ലോഞ്ച് ചെയ്തത്. അത് നിപ്പോൺ ഇന്ത്യയാണ് ലോഞ്ച് ചെയ്തത്. While silver-based mutual funds were first introduced in January 2022. അപ്പോൾ അതേപോലെ സിൽവർ ബേസ്ഡ് ഫണ്ട് ലോഞ്ച് ചെയ്തത് ജാനുവരി 2022 ICICI Prudential Silver ETF was the first silver-based fund in India. അതേപോലെ ICICI Prudential Silver എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് ആയിരുന്നു ഫസ്റ്റ് സിൽവർ ബേസ്ഡ് ഫണ്ട്. ഇന്ത്യയിലത്തെ ഫസ്റ്റ് സിൽവർ ബേസ്ഡ് ഫണ്ട് ICICI Prudential സിൽവർ ആയിരുന്നു. അപ്പോൾ എഡൽവേസ് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ന്യൂസ് ഇതാണ്, എഡൽവേസ് മ്യൂച്വൽ ഫണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് കമ്പൈൻഡ് ആയിട്ട് ഒരേ ഫണ്ടിൽ ഗോൾഡ് ആൻഡ് സിൽവർ ബോത്ത് കമ്പൈനായിട്ട് കൊണ്ടുവരുന്നത് എഡൽവേസ് മ്യൂച്വൽ ഫണ്ടാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ONGC inks agreement with Exxon Mobil for deep water exploration in India. അപ്പോൾ ONGC അതായത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് എക്സോൺ മൊബൈലായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് വാട്ടർ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഓയിൽ എക്സ്പ്ലോറർ ആൻഡ് പ്രൊഡ്യൂസർ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ said it signed a heads of agreement with the global petroleum giant Exxon Mobil Corporation for a deep water exploration in India's east and west coasts. The collaboration areas focus on a Krishna, Godavari and Kaveri basins in the eastern offshore and the Kutch Mumbai region in the western offshore. അപ്പോൾ ONGC ഇങ്ക് ചെയ്തിരിക്കുകയാണ് ഒരു എഗ്രിമെൻറ്റ് എക്സോൺ മൊബൈലായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് വാട്ടർ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഡീപ്പ് വാട്ടർ എക്സ്പ്ലോറേഷൻ ഇൻ ദ ഇന്ത്യാസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഈസ്റ്റും വെസ്റ്റ് കോസ്റ്റിലും കൂടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കോസ്റ്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കോസ്റ്റിൽ ഡീപ്പ് വാട്ടർ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ് ONGC എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് എക്സോൺ മൊബൈലായിട്ട്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഓഫ് 1.5% per annum on short term agriculture loan up to 3 lakh to ensure adequate credit. അപ്പോൾ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം, സബ്വെൻഷൻ ഓഫ് 1.5% per annum ഓൺ ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോൺ. അപ്പോൾ 1.5% കമ്മിയാക്കി കൊടുക്കാനാണ്, ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോണിൽ കമ്മിയാക്കാനാണ് കൊടുത്തിരിക്കുന്നത് സബ്വെൻഷൻ. സോ 3 ലക്ഷം രൂപ വരെയുള്ള ലോണുകളിൽ ഈ ഒരു 1.5% ഡിസ്കൗണ്ട് ഇൻട്രസ്റ്റിൽ, പ്രസൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ 1.5% ഡിസ്കൗണ്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോ ഇതതിൻ്റെ ഡീറ്റെയിൽസാണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് പോർട്ടൽ ഓൺ അറസ്റ്റഡ് നാർക്കോ ഒഫൻഡേഴ്സ് നിദാൻ ഗെറ്റ്സ് ഓപ്പറേഷണൽ. അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് പോർട്ടൽ ഓൺ അറസ്റ്റഡ് നാർക്കോ ഒഫൻഡേഴ്സ് നിദാൻ ഓപ്പറേഷണലായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഡാറ്റാബേസ് ഓഫ് അറസ്റ്റഡ് നാർക്കോട്ടിക്സ് ഒഫൻഡേഴ്സ് ഹാസ് ബീൻ മെയ്ഡ് ഓപ്പറേഷണൽ ഫോർ ആ യൂസ് ബൈ വേരിയസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ ഏജൻസീസ് ടാസ്ക്ഡ് ടു എൻഫോഴ്സ് ആൻറ്റി ഡ്രഗ്സ് ലോ ഇൻ ദ കൺട്രി, ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുകയാണ്. സോ എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഡാറ്റാബേസ് ഓഫ് അറസ്റ്റഡ് നാർക്കോട്ടിക്സ് ഒഫൻഡേഴ്സ് ഓപ്പറേഷനിലായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ used by various central and state prosecution agencies tasked to enforce anti-drugs laws in the country, officials ഇത് പറഞ്ഞു. The portal Nidan on the National Integrated Database on Arrested Narco Offenders has been developed by Narcotics Control Bureau. അപ്പോൾ ഈ പോർട്ടൽ നിദാൻ എന്ന് പറയുന്ന പോർട്ടൽ, നിദാൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻറ്റഗ്രേറ്റഡ് ഡാറ്റാബേസ് ഓൺ അറസ്റ്റഡ് നാർക്കോ ഒഫൻഡേഴ്സ്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ്, NCB ആണ്. അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് പോർട്ടൽ നിദാൻ
അത് ആരൊക്കെ ഓൺ അറസ്റ്റഡ് നാർക്കോ അഫൻഡേഴ്സിൻ്റെ ഫസ്റ്റ് പോർട്ടലാണ് നിദാൻ. അത് ഓപ്പറേഷണലായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലണ്ടൻ ഹോം ഓഫ് UK's ഫസ്റ്റ് ഏഷ്യൻ MP ദാദാഭായ് നവറോജി ടു ഗെറ്റ് പ്രസ്റ്റീജിയസ് ബ്ലൂ പ്ലേക്ക്. അപ്പോൾ ലണ്ടൻ ഹോം ഓഫ് UK's ഫസ്റ്റ് ഏഷ്യൻ MP ദാദാഭായ് നവറോജി ടു ഗെറ്റ് പ്രസ്റ്റീജിയസ് ബ്ലൂ പ്ലേക്ക് കിട്ടാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് വായിക്കാം. ദ ബ്ലൂ പ്ലേക്ക് സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1866, നൗ റൺ ബൈ ഇംഗ്ലീഷ് ഹെറിറ്റേജ് ആൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബിൽഡിംഗ് ഇൻ ഹോണർ ഓഫ് എ നോട്ടബിൾ മെൻ ആൻഡ് വുമൺ ഹു ഹാവ് ലിവ്ഡ് ഓർ വർക്ക്ഡ് ഇൻ ലണ്ടൻ. On the founding members of Congress, Navroji lived in the Hanerley Park House from 1895 to 1904. So the Blue Plaque scheme was established in 1866. 1866 ബ്ലൂ പ്ലേക്ക് സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ റൺ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഹെറിറ്റേജ് ആണ്. ആൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ ബിൽഡിംഗ് ഇൻ ഓണർ ഓഫ് നോട്ടബിൾ മെൻ ആൻഡ് വുമൺ ഹു ഹാവ് ലിവ്ഡ് ആൻഡ് വർക്ക്ഡ് ഇൻ ലണ്ടൻ. അപ്പോൾ ലണ്ടനിൽ താമസിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്ത് നോട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ഹോണർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ പ്ലേക്ക് എന്ന് പറയുന്ന ബിൽഡിംഗ്, പ്രസ്റ്റീജിയസ് ബ്ലൂ പ്ലേക്ക് സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ദാദാഭായ് നവറോജിയുടെ പേരും വന്നിരിക്കുകയാണ് അതിൽ. സോ ദ ബ്ലൂ പ്ലേക്ക് സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1866. അപ്പോൾ ദാദാഭായ് നവറോജി MP ദാദാഭായ് നവറോജി ടു ഗെറ്റ് പ്രസ്റ്റീജിയസ് ബ്ലൂ പ്ലേക്ക്. അപ്പോൾ ഈ ബ്ലൂ പ്ലേക്ക് കിട്ടാൻ പോവുകയാണ്. സോ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാനിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും ഞാനിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെയിലി വീഡിയോസ് നിങ്ങൾ കാണുക. സോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.